السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. അതുക്കിയ ക്ലാസ് 14 പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാം തഖ്വയുടെയും അപ്രകാരം തിബാഉ വഹുവ ഹവയെയും സംബന്ധിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. ഇൻഷാ അല്ലാഹ് ഹവയെക്കുറിച്ച് ഇന്നുകൂടെ നമുക്ക് പറഞ്ഞ് നമുക്ക് അടുത്ത ബൈത്തിലേക്ക് പ്രവേശിക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന അഖ്വഫ മാ അഖാഫു അലാ ഉമ്മത്തി ഇത്തിബാഉൽ ഹവാ വതൂലുൽ അമലി ഫഅമ്മാ ഇത്തിബാഉൽ ഹവാ ഫയസുദ്ദു അനിൽ ഹഖ് വഅമ്മാ തൂലുൽ അമലി ഫയുൻസിൽ ആഖിറത. നബി തങ്ങൾ പറഞ്ഞു, ഞാൻ എൻ്റെ സമുദായത്തിൻ്റെ മേൽ ഏറ്റവും ഭയപ്പെടുന്ന കാര്യം ഇത്തിബാഉൽ ഹവ, ദേഹച്ഛയെ പിൻപറ്റുക എന്നതാണ്. അഥവാ ഇത് എത്ര വലിയവനാണെങ്കിലും അവർക്കൊക്കെ ഈ ഒരു ചിന്ത, ഈ ഒരു വിചാരം, ഈ ഒരു ഹവൻ നഫ്സ് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. ഇതിന് കാരണം ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. മറ്റൊന്ന് വതൂലുൽ അമലി, വലിയ വലിയ ആഗ്രഹങ്ങൾ, വലിയ വലിയ പൂതികൾ, നടക്കാത്ത ഒരുപാട് ആഗ്രഹങ്ങൾ, വലിയ വലിയ കൊതികൾ. ഇതാണ് എൻ്റെ ഉമ്മത്തിൻ്റെ മേൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന കാര്യം. എന്താണ് ഇങ്ങനെ ഞാൻ ഭയപ്പെടാനുണ്ടായ കാരണം? ഫഅമ്മാ ഇത്തിബാഉൽ ഹവ, ദേഹച്ഛയെ പിൻപറ്റൽ, വയസുദ്ദു അനിൽ ഹഖ്, അത് സത്യത്തെ തൊട്ട്, നീതിയെ തൊട്ട് ആ വ്യക്തിയെ തടയും. നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളും ഇന്ന് കൂട്ടുകാരെ ഹവൻ നഫ്സ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. സംഘടനപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും എല്ലാം ഈ ഹവൻ നഫ്സാണ് ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അമ്മ തൂലുൽ അമലി, വലിയ വലിയ ദുന്യവിയായ പൂതികൾ, ആഗ്രഹങ്ങൾ, കൊതികൾ, ഫയുൻസിൽ ആഖിറത, അത് പരലോക ചിന്തയെ തൊട്ട് നമ്മെ മറപ്പിച്ചു കളയും. ഇതാണ് ഹവൻ നഫ്സ് കൊണ്ടും തൂലുൽ അമൽ കൊണ്ടും ഉണ്ടാകുന്ന നഷ്ടങ്ങൾ. അതുകൊണ്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കാര്യത്തെ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നു എന്ന് പറയാനുണ്ടായ കാരണം. ഞാൻ ഈ പറഞ്ഞ ഹദീസ് റവാഹുൽ ബൈഹഖി ഫി ശുഅബിൽ ഈമാൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ പറഞ്ഞല്ലോ, എന്താണ് എല്ലാ ആളുകളും ഈ ഹവൻ നഫ്സിൽ എത്ര വലിയവനാണെങ്കിലും ഇതിൽ അകപ്പെടാനുണ്ടായ കാരണം എന്താണ്? അന്ന ഷഹവാത്തി, തീർച്ചയായും ദേഹച്ഛകൾ, മുംതസിജത്തുൻ, അത് കൂടിക്കടർന്നിട്ടുണ്ട്, ബിലഹ്മിൽ ആദമിയി, മനുഷ്യ മാംസത്തിനോടും, വദമിഹി, മനുഷ്യന്റെ രക്തത്തിനോടും ഈ ദേഹച്ഛ കൂടിക്കടർന്നിട്ടുണ്ട്. എത്തരത്തിൽ നാം ചിന്തിക്കണം, നമ്മുടെ മജ്ജയിലും മാംസത്തിലും രക്തത്തിലും സഞ്ചരിക്കാൻ കഴിവുള്ള, അതിന് അധികാരം കിട്ടിയവനാണ് ശൈത്താൻ എന്നത്. ഈ ശൈത്താൻ ഈ രക്തത്തിലൂടെയും മാംസത്തിലൂടെയും നമ്മുടെ മജ്ജയിലൂടെയും സഞ്ചരിക്കുമ്പോൾ അതിലൂടെ സഞ്ചരിക്കുന്ന ദേഹച്ഛയെ കൂട്ടുകാരനായി സ്വീകരിച്ച് ഈ മനുഷ്യനെ, ഈ പിശാച് ദേഹച്ഛകൾ അവന്റെ കൽബിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് അവനെ നശിപ്പിക്കുകയാണ് ചെയ്യുക. ഫസൽതനത്തു ശൈത്താനി ഐദൻ സാരിയത്തും ഫീ ലഹ്മിഹി വദമിഹി വമുഹീതത്തും ബിൽ ഖൽബി മിൻ ജവാനിബിഹി.
ഈ പിശാചിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ന ശൈത്വാന യജ്രി മിൻ ഇബ്നി ആദം മജ്റദ്ദമി, മനുഷ്യന്റെ ബ്ലഡ് സഞ്ചരിക്കുന്ന എല്ലാ ഭാഗത്തിലൂടെയും പിശാച് സഞ്ചരിക്കുമെന്ന്. അപ്പോൾ പിന്നെ ഇബ്ലീസിന്റെ കെണിവലകളായിരിക്കും ഈ ദേഹച്ഛകൾ നമ്മുടെ കൽബിൽ അവൻ ഇട്ട് തറൽ കൊണ്ട് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ കെണിവലകൾ. അതുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അന്ന ഇബ്ലീസ ബദാലഹു വ അലൈഹി മആലിഖു ഫഖാല ലഹു മാ ഹാദിഹി ഖാല അശ്ശഹവാതു അല്ലതി ഉസീദു ബിഹാ ബനി ആദം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിശാചിനെ കാണുകയും കണ്ടപ്പോൾ അവന്റെ കയ്യിൽ ഒരുപാട് കൊളത്തുകളും ഒരുപാട് കൊക്കകളും കണ്ടപ്പോൾ, ചൂണ്ടൽ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്താണ് ഇബ്ലീസേ ഇത്? അവൻ പറഞ്ഞു, ഇത് ദേഹച്ഛകളാണ് ഇതൊക്കെ. ഞാൻ ഇതുകൊണ്ടാണ് മനുഷ്യ മക്കളെ ഞാൻ വേട്ടയാടി പിടിക്കുക, ഞാൻ അവർക്ക് ചൂണ്ടലിടുക എന്നൊക്കെ. അഥവാ മനുഷ്യനെ മയക്കാനുള്ള ഇരകളായിട്ടാണ് ദേഹച്ഛയെ പിശാച് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാ ഖൈറും എല്ലാ നന്മയും ഈ പിശാചിനോടും ദേഹച്ഛയോടും എതിരാവൽ കൊണ്ടാണ്. അതാണല്ലോ ബൂസൂരി ഇമാം പറഞ്ഞല്ലോ, വഖാലിഫിൻ നഫ്സ വശൈത്വാന വഅസിഹിമ വഇൻഹുമ മഹലാക നുസ്ഹ ഫത്തഹിമി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മഹാന്മാരായ ഉലമാക്കന്മാർ ദേഹച്ഛയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരുപാട് ചികിത്സകൾ, അൽ ഇലാജു ലിത്തഖല്ലുസ് മിൻ ഇത്തിബാഇൽ ഹവ, ഹവയെ പിൻപറ്റലിൽ നിന്നും രക്ഷ പ്രാപിക്കാനുള്ള രക്ഷാമാർഗങ്ങൾ, രക്ഷാ കവചങ്ങൾ ഉലമാക്കന്മാർ നമ്മെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, അത്തഫക്കുറു ഫീ അന്നഹു ലം യുഖ്ലഖ് ലിൽ ഹവ, ദേഹച്ഛക്ക് വഴിപ്പെടാൻ വേണ്ടിയിട്ടല്ലല്ലോ എന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന ചിന്ത ആദ്യമായി അവന്റെ ബ്രെയിനിലേക്ക് അവൻ കൊടുക്കണം. എന്നെ സൃഷ്ടിക്കപ്പെട്ടതിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഒമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടാണല്ലോ മനുഷ്യരെയും ജിന്നിനെയും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇച്ഛക്ക് വഴിപ്പെട്ടുകൊണ്ട് ഇച്ഛയുടെ അടിമയായിക്കൊണ്ട് ജീവിക്കാനല്ലല്ലോ എന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന ചിന്ത ആദ്യമായി ഖൽബിൽ കൊടുക്കണം. അതുമാത്രമല്ല, വ ഇന്നമാ ഖുലിഖ ലിഅംരിൻ അളീമിൻ ലാ യനാലുഹു ഇല്ലാ ബിമുഖാലഫത്തിൽ ഹവ, എന്നെ സൃഷ്ടിക്കപ്പെട്ട ആ ലക്ഷ്യം സഫലീകരിക്കണമെങ്കിൽ ഞാൻ പിശാചിനോട് ദേഹച്ഛയോട് കടുത്ത ഭാഷയിൽ എതിരാവൽ എനിക്ക് നിർബന്ധമാണല്ലോ. അങ്ങനെ ആകുമ്പോൾ മാത്രമല്ലേ എനിക്ക് ആ സ്ഥാനമാനങ്ങൾ കിട്ടുകയുള്ളൂ എന്ന ചിന്തയായിരിക്കണം അവന്റെ കൽബിലുണ്ടാകേണ്ടത്. മറ്റൊന്ന്, അൽ അസീമത്തു വസ്സബ്റു, അവനിക്ക് നല്ല അസീമത്ത്, നല്ല ഉറച്ച തീരുമാനം അവനിക്കുണ്ടാവണം. വസ്സബ്റു, ക്ഷമയും ഉണ്ടാകണം. അഥവാ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വേളയിൽ പിശാചിനോടും ദേഹച്ഛയോടും പടപ്പൊരുതിക്കൊണ്ടാണല്ലോ ഈ സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടത്. ആ സമയത്ത് അവന്റെ മനസ്സ് മന്ത്രിക്കുന്ന, അവന്റെ മനസ്സ് ഇച്ഛിക്കുന്ന കാര്യങ്ങളോടൊക്കെ അവനിക്ക് വൈമനസ്യം കാണിച്ചുകൊണ്ട്, അതിനോടൊക്കെ അവനിക്ക് വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകളും ഒരുപാട് പ്രയാസങ്ങളും സഹിക്കേണ്ടി വരും. അപ്പൊ ആ സഹിക്കലും ആ ക്ഷമയും അവനിക്ക് നിർബന്ധമാണ്. എത്തരത്തിൽ വഖൂവത്തുൻ നഫ്സി അലാ മുഖാലഫത്തിൽ ഹവ, നമ്മുടെ മനസ്സിനിക്ക് കൂവത്തുണ്ടാവൽ, ഹിമ്മത്തുണ്ടാവൽ എപ്പോഴാണ്? നാം ശരീര ഇച്ഛകളോട് നാം യുദ്ധം പ്രഖ്യാപിക്കുമ്പോഴാണ്, അവയോട് നാം എതിരായി നടക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക? ഹിമ്മത്തുണ്ടാവുക. നമുക്ക് ഹിമ്മത്തും അതേ പ്രകാരം ശരീരത്തിലേക്ക് ശക്തിയും ഉണ്ടാവുകയുള്ളൂ. ശാരീരിക ശക്തിക്ക് നല്ല ഭക്ഷണം കഴിച്ചാൽ മതി. എന്നാൽ ഈ മനസ്സിന്റെ ശക്തി ഉണ്ടാവുക എപ്പോഴാണ്? മുഖാലഫത്തുൽ ഹവയാണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ബദർ യുദ്ധം വിജയിച്ചുകൊണ്ട് വന്ന മുസ്ലിങ്ങളായ സഹാബാക്കളോട് പറഞ്ഞു, സഹാബത്തെ, ഇതിനേക്കാളും വലിയ യുദ്ധമുണ്ട്. ഏതാണ്?
സ്വന്തം ശരീരത്തിൽ ജിഹാദുൽ അക്ബർ എന്നാ പറഞ്ഞത്. മറ്റുള്ള യുദ്ധങ്ങളിൽ ആയുധബലങ്ങളെ കൊണ്ട് അത് പ്രകാരം തന്നെ മെയ്കരുത്തുകൊണ്ടും കൈകരുത്തുകൊണ്ടും ശത്രുക്കളെ പരാജയപ്പെടുത്താം. പക്ഷേ സ്വന്തം നഫ്സിനെ പരാജയപ്പെടുത്തണമെങ്കിൽ വാള് പോരാ. അത് ചെന്തു വേണം? ഈ അസീമത്തും വേണം, സബുറും വേണം, ഖുവ്വത്തുൻ നഫ്സും വേണം. അപ്പോൾ ഈ കാര്യവും നമുക്ക് ഹവൻ നഫ്സിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ്. അപ്രകാരം മഹാന്മാർ പറയുന്നു, അൽ ഇൽമു ബി അന്ന ശൈത്താന ലൈസ ലഹു മദ്ഖലുൻ അല ബനി ആദം ഇല്ലാ മിൻ ബാബി ഹവാഉ. പിശാചിനിക്ക് എന്നിലേക്ക് അഥവാ മനുഷ്യരിലേക്ക് കടന്നു വരാനുള്ള മാർഗം അത് ഹവൻ നഫ്സിലൂടെയാണ്. ആ ദേഹച്ചയുടെ വാതിലൂടെയാണ്, കവാടത്തിലൂടെയാണ് പിശാച് കടന്നു വരിക. അതുകൊണ്ട് ആ കവാടം ഞാൻ കൊട്ടിയടക്കട്ടെ എന്ന ചിന്തയിലാണെങ്കിൽ അവനിക്ക് ഹവൻ നഫ്സിനോട് പൊരുതാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും സാധിക്കും. അള്ളാഹു അത്തരം ഒരു ഖുവത്ത് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ ഹവയിൽ നിന്നും ദേഹച്ചയുടെ എല്ലാ ഹവയിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്തി നല്ല അസീമത്തുള്ളവരിൽ, നല്ല ഹിമ്മത്തുള്ളവരിൽ, നമ്മുടെ നല്ല ഖുവത്തുൻ നഫ്സുള്ളവരിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.